പുറപ്പാട് അധ്യായം 32. എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുത്ത് കൊന്നുകൂടി. അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവർ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കുത്തലി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിന്റെ ദൈവമാവുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാൽ അതിന് മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേന്നാൾ അവർ അധികാരത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങൾ അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അപ്പോൾ മോശെയോട്, നീ ഇറങ്ങിച്ചെല്ലുക. നീ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിന്റെ ദൈവമാവുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനമാവുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദയിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശെ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് വന്നത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിന്റെ ജനത്തിന്റെ വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രൈമിനെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നിന്റെ ഒരു കോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് ഒരുവാളെ ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കണമേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്ക് അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെക്കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. മോശെ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി. സാക്ഷ്യത്തിന് പലക രണ്ടോ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ജനം ആർത്തു വിളിക്കുന്ന ആ ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിനവൻ, ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമില്ല, പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ പാളയത്തിനെ സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. മോശെ അഹരോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനൻ്റെ കോപം ജ്വലിക്കരുത്. ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എൻ്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ട് ഈ കാളക്കുട്ടി പുറത്തു വന്നു. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളകിയ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശെ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ ലേവ്യർ എല്ലാവരും എൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തരും താന്നാൻ്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തരും താന്നാൻ്റെ സഹോദരനെയും താന്നാൻ്റെ സ്നേഹിതരെയും താന്നാൻ്റെ കൂട്ടുകാരനെ കൊന്നു കളവീൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ലേവ്യർ മോശെ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തരും താന്നാൻ്റെ മകനും താന്നാൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും എന്ന് മോശെ പറഞ്ഞു. പിറ്റേന്നാൾ മോശെ, നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. പക്ഷേ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്കിടയാകും എന്ന് പറഞ്ഞു. അങ്ങനെ മോശെ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക. എൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു. അഹരോൻ ഉണ്ടാക്കി കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു.